ഞാനും വനരാജും തമ്മിലുള്ള പരിചയത്തിലൊരു 10 വർഷത്തിലധികം പഴക്കമുണ്ട്. ഞങ്ങൾ 7th ഡേ എന്നുള്ള സിനിമയിൽ അനുരാജ് അസോസിയേറ്റ് ആയിരുന്നു. അത് ഞാനതിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഇഷ്ക് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്ത് ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുടർന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റിയും അല്ലാത്ത സിനിമകളെ പറ്റിയും പൊതു കാര്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ് അനുരാജ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഇപ്പോൾ ഈ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ന് അതിൻ്റെ ടൈറ്റിൽ നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചും ഉണ്ട്, നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നല്ല ഐശ്വര്യമുള്ളൊരു തുടക്കവും അത് തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രണ്ടുപേർക്കും. പിന്നെ ഇതിൻ്റെ എല്ലാമായ ബാധുക തീർച്ചയായിട്ടും ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരൻ സാർ, ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫോട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു. വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി സാർ. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനാണെങ്കിലും, ഇപ്പോൾ അഭിനാണെങ്കിലും ഇതിൻ്റെ എഡിറ്റർ ഷമീർ ആണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന അമലേട്ടനാണെങ്കിലും തുടങ്ങി കോസ്റ്റ്യൂം ചെയ്യുന്ന ഇതിൻ്റെ DOP വിജയ് എന്ന് പറയുന്ന സമീർ അസിസ്റ്റൻ്റായിട്ട് മിന്നൽ മുരളിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ജെയ്ക്സേട്ടനാണ് ഇതിൻ്റെ മ്യൂസിക്. അങ്ങനെ ഒരുപാട് എല്ലാവരും ഇപ്പം പേരെടുത്ത് പറയാത്ത ഇനിയും ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഒരു വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന ഒരു സിനിമയാണ്. ഇതൊരു മാസ് മസാല എൻ്റർടൈനർ ഒന്നും ആയിരിക്കില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും. ഒരു ഗുഡ് വാച്ച് ആയിരിക്കും. ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നൊരു സിനിമ ആയിരിക്കില്ല എന്ന് ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ച നമ്മുടെ റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഞാനും വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണിത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവരും ഉണ്ടാവണം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരും വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റ് അഭ്യുദയാകാംക്ഷികൾക്കും എല്ലാവർക്കും നന്ദി. തുടർന്ന് അങ്ങോട്ട് ഈ സിനിമയുടെ തുടക്കമാണ്. ഇപ്പോൾ ഇനി ഈ സിനിമ ഇറങ്ങുന്നത് വരെയും ഇറങ്ങിയതിന് ശേഷവും ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ മീഡിയയും പ്രേക്ഷകരുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ നിങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓട്ടോഗ്രാഫും പോക്കിഷവും ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും ഒക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ അടുപ്പത്തിൽ തന്നെ പെരുമാറുകയും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അനുരാജ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് ചേരൻ സാറാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചതും ഞാൻ തന്നെയായിരിക്കും. കാര്യം ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടറല്ല, ഭയങ്കര ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്ന് ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിനെ തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷവും എക്സൈറ്റ്മെൻറ്റുമാണ്.